ചാവറയച്ചനെ പ്രത്യേകം ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ചാവറയച്ചൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ശരിക്കും നമ്മുടെ ദേശത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന വലിയ സാംസ്കാരിക വളർച്ചയ്ക്ക് കാരണക്കാരനായ വിശുദ്ധനാണല്ലോ വിശുദ്ധ ചാവറയച്ചൻ. നമ്മൾ ഓർക്കേണ്ടത് പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിന് കാരണക്കാരനായത് ചാവറയച്ചൻ തന്നെയാണ്. ശരിക്കും ചാവറയച്ചനല്ലേ ജാതി മത അതിരുകളിൽ ഇങ്ങനെ കടന്നിരുന്നൊരു നാട്ടിൽ, എല്ലാം ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളിൽ കടന്നിരുന്നൊരു കാലത്ത് ഇവിടെ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ചു ചേർത്ത് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വേണമെന്ന് പറഞ്ഞ് അവിടെ പള്ളിക്കൂടം പണിത് പള്ളി ദൈവജനം അവർ പിരിവിട്ട് ഉള്ള സംവിധാനത്തൊരു ക്ലാസ് മുറി ഒരുക്കി ബെഞ്ചും ഡെസ്കും പിടിച്ചിട്ട് അവിടെ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി അവരെ യൂണിഫോം ധരിപ്പിച്ച്. എന്തിനായിരുന്നു യൂണിഫോം? ഇവിടെ വ്യത്യാസങ്ങളില്ല, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും തുല്യരാണ്. യൂണിഫോം ധരിപ്പിച്ച് ഇരുത്തി പഠിപ്പിച്ചത്. അങ്ങനെ ഒരു മുന്നേറ്റം പള്ളിക്കൂടം എന്നുള്ള വാക്ക് പോലും എങ്ങനെ വന്നതാ? ഈ പള്ളിയോട് ചേർന്ന് വന്നതല്ലേ പള്ളിക്കൂടം. ശരിക്കും അപ്പോൾ ചാവറയച്ചനെ ഓർത്ത് നമുക്ക് അഭിമാനം ഉണ്ടാകണം. കുട്ടനാട്ടിലെ കൈനകരി എന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന്, ആ ദേശത്തിൻ്റെ എല്ലാ പരിമിതികളിൽ നിന്ന് അവിടെ പിറന്ന് വളർന്നു വന്ന് ഇന്ന് കേരളം അഭിമാനിക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ കാരണക്കാരൻ തന്നെ ചാവറയച്ചനല്ലേ.